നീതിമാനാകുന്നത് ദൈവകൃപയാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ, ദൈവമക്കളെ, നമ്മളോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായോ? എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായോ? ഇനി ഞാൻ കുഴി പോണ്ട വന്നാലും എന്നോടുള്ള അവന്റെ കൃപയ്ക്ക് ഒരിക്കലും വ്യർത്ഥതയല്ല. എന്നെ ആക്കിയ സമയങ്ങളിലൊക്കെ അവൻ എന്റെ ഉള്ളിൽ ചലിച്ചിരുന്നു. എനിക്ക് ദൈവകൃപ തന്നിരുന്നു. ഞാൻ പലതിലും തരണം ചെയ്യുവാൻ ദൈവം എന്നെ ശക്തിപ്പെടുത്തിയിരുന്നു. ഇനി രണ്ടാമത് എന്നെ നിർത്തിയാലും അവന്റെ കൃപ എന്നിൽ നിന്ന് മാറുന്നില്ല. ഇവിടെ പറയുകയാണ്, നാം ആയിരിക്കുന്നത്, ഞാൻ ആകുന്നത് ദൈവകൃപയിലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അധികം, ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അതിന്റെ നേരെ ഒരു അധ്വാനം ഇല്ല. പൗലോസിനെ എടുത്ത് പഠിച്ചാൽ, 14 ലേഖനങ്ങളെ പഠിച്ചാൽ, ദൈവങ്ങളെ അദ്ദേഹം അധ്വാനിച്ചതുപോലെ, അദ്ദേഹം ഓടിയതുപോലെ, അദ്ദേഹം കർത്താവിന് വേണ്ടി നിന്നതുപോലെ മറ്റൊരുത്തരം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. 11 അപ്പോസ്തലന്മാർക്ക് നിൽക്കാൻ കഴിയാത്ത മേഖലയിലൊക്കെ പൗലോസിനെ ദൈവം നിർത്തി എന്നല്ല പറയേണ്ടത്, അദ്ദേഹം നിൽക്കുവാൻ തയ്യാറായി. അദ്ദേഹത്തെ അയക്കുന്നിടത്തൊക്കെ വിശ്വസ്തയോടെ, ആപത്താണോ, വാളാണോ, പട്ടിണിയാണോ, നഗ്നതയാണോ, എന്ത് വന്നാലും എന്റെ യേശുവിന് വേണ്ടി ഞാൻ നിൽക്കുമെന്നുള്ള തീരുമാനത്തിൽ നിന്നപ്പോൾ അദ്ദേഹത്തിനോടുള്ള ദൈവത്തിന്റെ കൃപ ശക്തമായി വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മരണത്തിന്റെ കാൽവരെ പോകേണ്ട വന്നാലും, നീ രോഗിയായി കിടക്കേണ്ട വന്നാലും, നീ ഭാരമുള്ളതായി മാറേണ്ട വന്നാലും, സാമ്പത്തികമായി പരാജയപ്പെട്ടാലും, നീ പറയണം, എന്നോടുള്ള അവന്റെ കൃപ വ്യക്തമായിട്ടില്ല. എന്നോടുള്ള അവന്റെ കൃപ മാറുന്നതല്ല. ഞാൻ അവൻ എന്നോടുള്ള കൃപ എന്നൊന്നും നിലനിൽക്കുന്നതാണെന്ന് പറയണത് മക്കളെ. അവിടെയാണ് സാത്താൻ തോറ്റു പോകുന്നത് കേട്ടോ. പൗലോസ് പറയുക, എന്നോടുള്ള കൃപ വ്യർത്ഥമായില്ല. അവരെല്ലാവരെക്കാളും അതിന് ഞാൻ അധ്വാനിച്ചിരിക്കുന്നു. അവസാന സാക്ഷ്യമാണ് നമ്മൾ ഇത് പറയണം. പിശാച് എന്നോട് വാദിച്ചപ്പോൾ ഞാൻ ഇത് വലിയ കാര്യം ചെയ്ത പോലെ സാത്താൻ പറഞ്ഞത്. ഞാൻ ചെയ്ത വലിയ കാര്യമാണോ മക്കളെ? എന്നിൽ നിന്ന് ഒന്നും ഉത്ഭവിച്ചിട്ടില്ല. ഉത്ഭവിച്ചതെല്ലാം ഉടയവനിൽ നിന്നാണ്. നിങ്ങൾക്ക് ഒരു സൗഖ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലുള്ള ഭൂതങ്ങൾ പോയെങ്കിൽ, നിങ്ങളുടെ ബന്ധനങ്ങൾ മാറിയെങ്കിൽ, നിങ്ങൾക്ക് നന്മ ലഭിച്ചെങ്കിൽ, അതൊന്നും ബിജു എന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ചതല്ല. ബിജുവിൽ വ്യാപരിച്ച ദൈവകൃപയിൽ നിന്ന് വ്യാപരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചെന്ന് പറയുവാൻ എനിക്കൊന്നുമില്ല ദൈവങ്ങളെ. ഞാൻ സീറോയാണ്. ദൈവമാണ് എന്റെ നാഥൻ. അവനാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. പൗലോസ് പറയുക, ഇതിലൊന്നും ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിന്റെ കൃപ നമ്മളിൽ വന്നതുകൊണ്ടാണ്. അല്ലാതെ നമ്മുടെ മിടുക്കോ കഴിവോ നമ്മുടെ സൗന്ദര്യം കൊണ്ടൊന്നുമല്ല ദൈവമക്കളെ. നമ്മുടെ കർത്താവ് നമ്മളിൽ